ഹായ് ഓൾ, ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. സോ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഈ ഇത്തവണത്തെ പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ധാരാളം പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതായാലും അത് എങ്ങനെ വരും എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പോവാണ്. ആക്ച്വലി നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹെലൻ കെല്ലറിന്റെ ഒരു ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിനുള്ള ഹിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, അതിന് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമ്മുടെ കീപ്പ് ചെയ്യണം. അതിന്റെ ഫോർമാറ്റാണ് കൊടുക്കുന്നത്. ഇത് പിടിച്ചോ. ആദ്യം തന്നെ ഹെഡിങ് എഴുതി കൊടുക്കുക. ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണോ എഴുതേണ്ടത് അവരുടെ ഹെഡിങ് എഴുതി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ, അത് ഒരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറിയുടെ പേര്, അതിന്റെ ഓതറുടെ പേര് എഴുതി കൊടുക്കുക. എന്നിട്ട് ആ ക്യാരക്ടറിന് ആ ഒരു ചാപ്റ്ററിലുള്ള റോൾ എന്താണെന്ന് അവരെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ, ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് ഹൈറ്റ് ഉണ്ടോ, ഹൈറ്റ് കുറവാണോ, അതായത് ലുക്ക് ലൈക്ക് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. നമുക്ക് ഈ ഒരു ഹെലൻ കെല്ലറിനെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നില്ല, പക്ഷെ നമുക്ക് എന്താക്കാൻ പറ്റും, ബ്ലൈൻഡ് ആണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. സോ നമുക്കത് ആഡ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിന് മറ്റു ക്യാരക്ടേഴ്സും വരില്ല. നമ്മൾ ആനി സള്ളിവനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ തുടങ്ങിയിട്ട് മറ്റു ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറ്റി ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോറിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം കൂടി വിവരിച്ച് നമ്മുടെ ഒപ്പീനിയനും കൂടി എഴുതി കൊടുത്താൽ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ്. സെറ്റാണ്, ഓക്കെയാണ്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ, അതിന്റെ ആൻസർ നോക്കിയാലോ. അതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ഫുൾ മാർക്ക് നേടാനുള്ള റിവിഷൻ ബാച്ച് ആണ്, റെഗുലർ ബാച്ച് അല്ല, റിവിഷൻ ബാച്ച് ആണ്. നിങ്ങൾക്ക് കട്ടക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ബാച്ച് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ലിമിറ്റഡ് സീറ്റ് ആണ്, പെട്ടെന്ന് ജോയിൻ ചെയ്തോ. ആദ്യമുള്ള അത്രയും പിന്നെ പ്രൈസ് ഒക്കെ കുറച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഈ പ്രാവശ്യം കൊടുക്കുന്നത്. സോ ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക, സെറ്റ് ആക്കുക, പവർ ആക്കുക. അപ്പോൾ ഇതാ പിടിച്ചോ, അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഹെലൻ കെല്ലറിന്റെ ഹെഡിങ് അങ്ങോട്ട് കൊടുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പറ്റിയുള്ള നിങ്ങളുടെ ആ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് അറിയുന്ന അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്നുള്ളത് എഴുതി കൊടുക്കുന്നു. ഹെലൻ കെല്ലർ വാസ് എ ബ്രേവ് ആൻഡ് സ്ട്രോങ് പേഴ്സൺ ഹു ഇൻസ്പയർ ദ വേൾഡ്. ലോകത്തെ ഇൻസ്പയർ ചെയ്ത ആളായിരുന്നു ഹെലൻ കെല്ലർ. എങ്ങനെ? അവളുടെ കണ്ണ്, അതുപോലെ തന്നെ ഹിയർ ഒക്കെ നഷ്ടപ്പെട്ടിട്ടും ആ യങ് ഏജിൽ തന്നെ നഷ്ടപ്പെട്ടു. കാരണം ഇൽനെസ് ആയിരുന്നു അല്ലേ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ്? സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു കൊടുത്തു. Even though she could not see or hear, she never gave up and worked hard to live a meaningful life. അവള് ഇങ്ങനത്തെ ഡിസബിലിറ്റീസ് ഉണ്ടായിട്ടും അവൾ എന്താക്കില്ല, വിട്ടുകൊടുത്തില്ല അല്ലേ? ജീവിതം വിട്ടുകൊടുത്തില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആൻഡ് ഹെലൻ വാസ് ക്യൂരിയസ് ആൻഡ് ലവ് ടു ലേൺ. അവൾ ഭയങ്കര ക്യൂരിയസ്, എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അറിയുന്നതിനോട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. But for her illness she could say simple words and imitate what others did. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞിരുന്നു. അസുഖം വരുന്നതിന് മുമ്പേ കുറച്ച് വാക്കുകളൊക്കെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇൽനെസിന് ശേഷം she still wanted to communicate with others. മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. But her life changed when her teacher Annie Sullivan, yes, മെയിൻ ക്യാരക്ടറാണ് മക്കളെ, മറ്റൊരു ക്യാരക്ടറാണ് ആനി സള്ളിവനെ പറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആനി സള്ളിവൻ വന്നതിന് ശേഷമാണ് അവരുടെ ക്യാരക്ടർ മീൻസ് ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നത്. അവർ സഹായിക്കാനുണ്ടായി. ഹെലൻ ലേൺഡ് ടു അണ്ടർസ്റ്റാൻഡ് വേർഡ്സ് ആൻഡ് ദെയർ മീനിങ് ത്രൂ ദ ഹാർഡ് വർക്കിലൂടെയാണ് ഓരോന്നിൻ്റെയും വേർഡുകളുടെ മീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയെടുത്തത്. ഹെലൻ വാസ് കൈൻഡ് ആൻഡ് കെയറിങ്. ഭയങ്കര കൈൻഡ്, ദയാലുവായിരുന്നു, ഭയങ്കര കെയറിങ് ആയിരുന്നു. ഷി വാണ്ടഡ് ടു ഹെൽപ്പ് അതേഴ്സ് ലൈക്ക് ഹർ. അവളെ പോലെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം അവർക്ക് താല്പര്യമുണ്ട്. ഷി ബിക്കേം എ റൈറ്റർ, സ്പീക്കർ ആൻഡ് ആക്ടിവിസ്റ്റ് ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ അവൾ റൈറ്ററായി, ആക്ടിവിസ്റ്റായി. അതുപോലെ ഹെലനെ പോലെ ദുരിതം അനുഭവിക്കുന്ന ധാരാളം പേർക്ക് സഹായമാവുകയും ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചു. Her courage and determination showed the world that anything is possible with hard work and support. ഹാർഡ് വർക്കും ഒരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ എന്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പാഠം അവർ ലോകത്തെ പഠിപ്പിച്ചു. ഹെലൻ കെല്ലർസ് ലൈഫ് ടീച്ചേഴ്സ് ടു ബി സ്ട്രോങ്, ഹോപ്പ്ഫുൾ. നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, പ്രതീക്ഷ ഉണ്ടായിരിക്കണം, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നോ മാറ്റർ ഹൗ ഡിഫിക്കൽട്ട് ലൈഫ് എത്ര ഡിഫിക്കൽട്ട് ആയാലും നമ്മൾ വിട്ടുകൊടുക്കരുത് എന്നുള്ള ഒരു പാഠം നമ്മൾ ഹെലൻ കെല്ലർ പഠിപ്പിച്ചു തരുന്നുണ്ട്. സോ ഇതുപോലെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്തേണ്ടത്. ഇങ്ങനെ നമുക്ക് രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കിയാലോ. അതൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഇത് ക്യാരക്ടർ സ്കെച്ച് മാത്രമല്ല, മറ്റു ഡയറി തുടങ്ങിയിട്ടുള്ള ധാരാളം ഡിസ്കോഴ്സുകൾ നമ്മൾ മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മിസ് ചെയ്യരുത്. കൃത്യം 7 മണിക്കാണ് എല്ലാവരും ലൈവിൽ എത്തിച്ചേരുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആ ഒരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും. സോ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏത് ക്യാരക്ടർ സ്കെച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ടോട്ടോച്ചാനോ അല്ലെങ്കിൽ രഞ്ജി ആണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഏതായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നു വരുത്. ഇനി നമുക്ക് മാരത്തോണിൽ കാണാം, സെറ്റാക്കാം, പവറാക്കാം. ബൈ.